സദസ്സിലെപ്പോഴും മുന്നിൽ ചെയറുണ്ടെങ്കിൽ അവിടെ ഇരിക്കലാണ് നല്ലത് എന്നാണ്. അതിന് മുന്നിരിക്കുന്നവർക്കനുസരിച്ചുകൊണ്ട് ബർക്കത്ത് കൂടുന്നുള്ള എപ്പോഴും ഒരു സദസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സഹീൽ ബുഖാരിയിൽ കാണാം, ജാ സലാസത്തു നഫറിൻ ഇലാ മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ആളുകൾ മദീനത്തെ പള്ളിയിലേക്ക് വന്നു എന്നാണ്. 3 ആളുകൾ മദീനത്തെ പള്ളിയിലേക്ക് വന്നു. അള്ളാഹു റസൂൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. സഹീൽ ബുഖാരി ഹദീസാ. അതിൽ ഈ 3 ആളുകൾ വന്നപ്പോൾ മുന്നിൽ ഒരിടം കണ്ടു. ഒരാൾ അവിടെ കയറിയിരുന്നു, വളരെ താല്പര്യത്തോടെ മുന്നിലിരുന്നു. രണ്ടാമത്തുള്ളൊരു അല്പം മടിയോടുകൂടെ ബാക്കിൽ പോയിരുന്നു. മൂന്നാമത്തത് ആൾ ഫഖദ് അഅറദ അൻ മജ്ലിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഇൽമിൻ്റെ സദസ്സിലിരിക്കാതെ പിന്തിരിഞ്ഞു പോയി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ നോക്കി പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ 3 ആളുകൾ അമ്മൽ അവ്വൽ, ഒന്നാമത്തെ ആൾ ഫഖദ് അസ്റ ഇലാ റഹ്മത്തില്ലാഹ്, അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് ഓടി വന്ന ആളാണ്, ഒളരി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവനക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവനെ സഹായിക്കാൻ അള്ളാഹു ഇങ്ങോട്ടും ഉളരുമെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആൾ ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അല്പം ലജ്ജയോടുകൂടെയാണ് ബേക്കിൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് റഹ്മത്ത് ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹു ലജ്ജിച്ചു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ ആൾ ഇങ്ങനത്തെ സദസ്സ് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താതെ തിരിഞ്ഞു പോയ ആൾ ഫഖദ് അഅറദ അൻ റഹ്മത്തില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു പോയി. അതുകൊണ്ട് അവനെ തൊട്ട് അള്ളാഹും പിന്തിരിഞ്ഞു കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എപ്പോൾ ഇൽമിൻ്റെ സദസ്സ് കണ്ടാലും നമ്മൾ മുന്നിൽ പോയിരിക്കാൻ നോക്കുക, ബേക്കിൽ എപ്പോഴും ഇരിക്കരുത്. ഇവിടെ നിന്നല്ല, എവിടെ ആരും പ്രസംഗിക്കുകയാണെങ്കിലും ഒരു വയറ് വെക്കുകയാണെങ്കിൽ ഇൽമിൻ്റെ സദസ്സിൽ മുന്നിലിടമുണ്ടെങ്കിൽ അവിടെ കയറി. കഞ്ഞും കുറച്ച് കസാരയുണ്ട്. താല്പര്യമുള്ളവരൊക്കെ റഹ്മത്തിലേക്ക് താല്പര്യമുള്ളവർ മുന്നിലേക്ക് ഇരിക്കുക, അല്ലാത്തവർക്ക് വഖദ് ഇസ്തഹ്യാ മിനല്ലാഹ് പറഞ്ഞാൽ അല്പം ബേക്കിലിരിക്കുക. താല്പര്യമുള്ളവർ ആരൊക്കെ നമുക്ക് നോക്കാമല്ലോ. അള്ളാഹു റഹ്മത്ത് ലഭിക്കുന്ന സാലിഹ്യങ്ങൾ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് സദാസമയം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹുവിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.